ഭാഗ്യപൂർണ്ണമൊന്നാവേ, നീ എത്ര സ്തുതിഗീതം പാടി. ഓ ഭാഗ്യപൂർണ്ണമൊന്നാവേ, നീ നല്ല ദൈവത്തെ വാഴ്ത്തി. ഒഴുകാത്ത നാവേ, അനശ്വരനായി അഭിഷേകവചനത്തിൻ നിറവേ. ഏറ്റവും വിശ്വാസത്തോടെ നവനാൾ ജപങ്ങൾ നമുക്ക് ഏറ്റുചൊല്ലാം. മഹാത്മാവായ വിശുദ്ധ അന്തോണീസേ, അങ്ങ് ഇഹത്തിൽ ജീവിച്ചിരുന്നപ്പോൾ അങ്ങയിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സ്വസഹോദരങ്ങളോടുള്ള നിസ്സീമമായ കാരുണ്യവും അങ്ങയെ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾക്ക് അർഹനാക്കുന്നുവല്ലോ. ഒരേയൊരു വാക്കുകൊണ്ട് മാത്രം എന്തത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാ സന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതരായി അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ പരിപൂർണ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങേ സഹായം അഭ്യർത്ഥിക്കുന്നു. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോണീസേ, ജീവകാരുണ്യത്താൽ തുടിക്കുന്ന ഹൃദയത്തോടു കൂടിയ കൃപാസാഗരമേ, അങ്ങയുടെ നിർമ്മല കരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയോട് മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസ്സായ ആ ദിവ്യ ഉണ്ണീശോയുടെ തിരുസന്നിധിയിൽ എൻ്റെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ കണ്ണുകളടച്ച് വിശുദ്ധ അന്തോണീസിൻ്റെ സംരക്ഷണം ദൈവം നൽകിയിരിക്കുന്ന ഈ ആലയത്തിൽ പുണ്യവാളൻ്റെയും ഉണ്ണീശോയുടെയും രൂപം മനസ്സിൽ ധ്യാനിച്ച് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ ഏറ്റവും വിശ്വാസത്തോടെ നമുക്കിപ്പോൾ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, സങ്കടങ്ങളെല്ലാം നമുക്കിപ്പോൾ ഓർക്കാം.